യങ്സ്റ്റേഴ്സാണ് ഈ എസ് എഫ് ഐയിലോട്ട് ചാടുന്നത്. കാരണം ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് എനിക്കൊരു തൊരയുണ്ടായിരുന്നു. എസ് എഫ് ഐ എന്ന് കേൾക്കുമ്പോൾ ഓക്കെ അടി ബഹളം. അപ്പം കുറച്ച് നമ്മളൊരു മെച്യൂർ ലെവലിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് കുറേ കാലം മനസ്സിലാവുക. ഫസ്റ്റത്തെ 5 ഇയേഴ്സ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തിനെ പറ്റി പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. വരണം ആളെ കൊല്ലണം വരണം അല്ലാണ്ട് ഇപ്പം എന്താ. ഭയങ്കര കേമല്ലേ, ഒരാൾക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം പണ്ടത്തെ രാജഭരണത്തിലേക്ക് കേരളത്തിന് തിരിച്ചു കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ഒരുപാടുള്ള ആർക്കും പറ്റാത്തൊരു കാര്യമാണ്. ഏകാധിപതി ഭരണം. നല്ല അഭിപ്രായം. ഈ 7 വർഷത്തെ സർക്കാരിന്റെ ഒന്നും പറയാനില്ല. ഈ 7 വർഷത്തെ LDF ഗവൺമെന്റിന്റെ ഭരണം എങ്ങനെയുണ്ട്? അടിപൊളിയാ. പിന്നെ അങ്ങനെയൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എല്ലാവർക്കും അറിയാലോ. അവരോട് എങ്ങനെയുണ്ടല്ലോ പൊതുവൊരു അഭിപ്രായം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല, നന്നായിട്ട് കുഴപ്പമില്ലാണ്ട് പോകും. കുഴപ്പമൊന്നും വലിയ കുഴപ്പമില്ല, എന്നാലും വലിയ കുഴപ്പമൊന്നും ഞാൻ പറയില്ല. അത്ര പോരാന്നാണ് പൊതുവേ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സായിട്ട്. പോരായ്മ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക, ഇപ്പം തന്നെ നമ്മൾ ഈ പെട്രോളിൻ്റെ തന്നെ ടാക്സിൻ്റെ തന്നെ ആണെങ്കിലും സെൻട്രലിൽ നിന്ന് കുറയ്ക്കാൻ പറഞ്ഞിട്ട് മീൻസ് CM കുറച്ചിട്ടില്ല. ബാക്കി പല സ്റ്റേറ്റ്സും കുറച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്കിപ്പോൾ ആ ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വരുന്നത്. കുറച്ചും കൂടെ എനിക്കൊന്ന് ഇവർക്കൊക്കെ കുറച്ചും കൂടെ ഇതിനെക്കുറിച്ച് നോളജ് കൂടുതലുണ്ടാവും ഈ പൊളിറ്റിക്സ് വഴി. ഞാൻ പൊളിറ്റിക്സിൽ അങ്ങനെ കൂടുതൽ ഇടപെടാറില്ല. ഇങ്ങനത്തെ ബേസിക് ഇപ്പം എന്താ പറയുക, ഇപ്പം തന്നെ പുള്ളി CM സാറ് പറഞ്ഞില്ല, മറ്റേ ആ മീറ്റിങ്ങിന് പോയത് തന്നെ ആൾക്കാരെ കുറിച്ച് അറിയാനായിട്ടുള്ള നേരെ ഒരു സംവാദമാണെന്നൊക്കെ. പക്ഷേ CM തന്നെ പറഞ്ഞു അങ്ങനെ ഒരു മീറ്റിംഗ് അല്ല ആക്ച്വലി ഇത്. പുള്ളിയെ പറഞ്ഞിട്ട് പിന്നെ അവസാനം സാറ് തന്നെ മാറ്റി പറയുന്നു. അങ്ങനെ എനിക്കൊന്നും ഒരു ചേഞ്ച് എന്തായാലും ഇത്ര വർഷം ചെയ്തതല്ല. അപ്പം നെക്സ്റ്റ് ഒരു പാർട്ടി ആരായാലും നല്ല ഇപ്പം BJP ആയാലും CPM ആയാലും UDF ആയാലും ആരാ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പം നന്നായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ തിരിച്ചും ജനങ്ങളതുപോലെ നല്ല റെസ്പോൺസ് ആയിരിക്കും തരാം. എനിക്കൊന്നും ഇപ്പോൾ പല ന്യൂസ് ചാനലിൽ നമ്മൾ നോക്കുമ്പോൾ CM എതിരെയാണ് മിക്കവരും 90% സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത്രയും ഒരു യങ്സ്റ്റേഴ്സാണ് ഈ SF ഐയിലോട്ട് ചാടുന്നത്. കാരണം ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് എനിക്കൊരു തൊരയുണ്ടായിരുന്നു. SF ഐ എന്ന് കേൾക്കുമ്പോൾ ഓക്കെ അടി ബഹളം. അപ്പം കുറച്ച് നമ്മളൊരു മെച്യൂർ ലെവലിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് കുറേ കാലം മനസ്സിലാവുക. അപ്പം കുറച്ച് ഉത്തരവാദിത്തം വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഓക്കെ അന്ന് ആ ഒരു ചോരത്തലപ്പിലാണ് SF ഐയിലേക്ക് ചേരുന്നത്. അങ്ങനെ ഒരു തോട്ട് നമുക്ക് വരും. അത് എല്ലാവർക്കും വന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇപ്പം നന്നായിട്ട് രീതിയിൽ നമ്മൾ ഇനിയും CM സപ്പോർട്ട് ചെയ്യും, അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു ചേഞ്ച് വരുന്നത് നല്ലതാണെന്ന് എന്തുകൊണ്ടും തോന്നുന്നുണ്ട്. ഒരു നെക്സ്റ്റ് ഒരു പാർട്ടി വരുമ്പോൾ അവരെങ്ങനെ ഭരിക്കും നമുക്കൊന്ന് നോക്കാം എന്നുള്ളൊരു ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റത്തെ 5 ഇയേഴ്സ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തിനെ പറ്റി പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. കാരണം ഇപ്പോൾ രണ്ടാമത് അദ്ദേഹം കയറിയതിന് പിന്നെ എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ചൊരു മെച്ചമുണ്ടെന്ന്. ഫസ്റ്റ് കൊറോണയൊക്കെ വന്ന സമയത്ത് ശൈലജ മാം ആണെങ്കിലും നല്ലൊരിതായിരുന്നു. പക്ഷെ ഇപ്പോൾ തീരെ അഭിപ്രായം ഇല്ല. വളരെ മോശം അഴിമതി, സ്വയമായിട്ട് അയാൾ എന്തെല്ലാം അഴിമതി ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ വീണാട. അതേസമയം പ്രതിപക്ഷമാണെങ്കിൽ ഇത്രയൊന്നും ചെയ്തില്ലെങ്കിൽ അവർക്ക് ഭരിക്കാൻ പറ്റണില്ല. ഇവർ ഭരിക്കണം, ഇപ്പോഴും ഭരിച്ചുകൊണ്ടേയിരിക്കണം. ഇത്ര പറയണില്ല, കൂടുതൽ പറയേണ്ട കാര്യമില്ല. വരണം ആളെ കൊല്ലണം വരണം അല്ലാണ്ട് ഇപ്പം എന്താ. ആളെ കൊല്ലണം വരണം. ഇതെല്ലാം അല്ല, ഇതെല്ലാം അല്ല. ഒരു ഇരിക്കാൻ സീറ്റും കൂടിയില്ല. എന്തൊക്കെ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് കയ്യിൽ പൈസ ഉണ്ടോയെന്ന് തന്നെ നമുക്കറിയില്ല സാധാരണക്കാർക്ക്. പിന്നെ ഒരു ഗ്രോത്ത് എന്ന ലെവലിൽ ഒന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എക്സിസ്റ്റിംഗ് എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്നത്, അത് പ്രോഗ്രസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നോട്ട് ഓൺലി പിണറായി ആര് വന്നാലും ഇത് തന്നെ ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഇപ്പോഴത്തെ തലമുറയ്ക്കുള്ളത്. ഒരു നേട്ടങ്ങളിൽ എടുത്തു പറയാവുന്ന നേട്ടങ്ങളായിട്ട് ഒന്നും നമുക്ക് കാണുന്നില്ല. അത് സാധാരണ ഒരു ആസ് എ ലേമാൻ നമുക്ക് ഒരു പബ്ലിക്കിന് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു നേട്ടം എടുത്ത് പറയാവുന്നതായിട്ട് കാണുന്നില്ല. ഒരു ഇലക്ഷൻ വരുമ്പോഴത്തെ കുറച്ച് ഷോ ഉണ്ടെന്നല്ലാണ്ട് ഒരു മേജർ നത്തിങ് നമുക്ക് കാണുന്നില്ല. ഭയങ്കര കേമല്ലേ, ഒരാൾക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം പണ്ടത്തെ രാജഭരണത്തിലേക്ക് കേരളത്തിന് തിരിച്ചു കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ഒരുപാടുള്ള ആർക്കും പറ്റാത്തൊരു കാര്യമാണ്. ഏകാധിപതി ഭരണം. ജനാധിപത്യം പരമായിട്ട് ആർക്കും പ്രതികരിക്കാൻ സ്വാതന്ത്ര്യമില്ല. പ്രതികരിച്ചാൽ അവനെ കൈകാര്യം ചെയ്യും. അതൊക്കെ 7 വർഷം കൊണ്ടുണ്ടായ നേട്ടം, ഭരണ നേട്ടത്തിൻ്റെ വലിയ കാര്യം
അതൊക്കെ ആർക്കും സാധിക്കാത്ത കാര്യങ്ങളാണ്. പിന്നെ മന്ത്രിസഭയിൽ തന്നെയുള്ള മന്ത്രിമാർക്കൊന്നും വാതുറക്കാനുള്ള അനുവാദമില്ല ഒരാൾക്കും. ഒരാൾ ഒരു കാര്യത്തിനും ഒരു സ്വതന്ത്രമായിട്ട് ഒരു അഭിപ്രായം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എല്ലാവരും മന്ത്രിസഭ ഇതിൽ ഇരിക്കണമെന്ന് മാത്രം, വേറെ ഒരു ഇതുമില്ല. അപ്പോൾ അതൊക്കെ പുള്ളിയുടെ ഭരണനേട്ടം തന്നെയാണ്, പുള്ളിയുടെ കഴിവല്ലേ അത്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഭരണം വന്നതിന് ശേഷം എടുത്ത കുറേ ഇലക്ട്രിക് ബസ്സുകൾ പല സ്ഥലത്തും കാട് മൂടി കിടപ്പുണ്ട്. ഇപ്പോഴും നമ്മളൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ പരമാവധി ഒരു 10-15 കൊല്ലമെങ്കിലും ഉപയോഗിക്കും. പരമാവധി ഉപയോഗിച്ചിട്ടാണ് ഒരാൾ ഒരു വണ്ടി. ഇത് ഒരു പുതുമ മാറാത്ത വണ്ടികൾ വെറുതെ ഇട്ട് നശിപ്പിച്ച് കളയില്ല. അതാണ് KSRTC ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാറി മാറി വരുന്ന ഈ രാഷ്ട്രീയക്കാരാണല്ലോ അതിനകത്ത് കയറി കമ്മിറ്റിയിലും ഇതിലൊക്കെ ഇരിക്കുന്നത്. അവരുടെ കൊള്ളരായ്മ കൊണ്ട് നശിച്ച ഒരു സ്ഥാപനമാണ് KSRTC. നശിപ്പിച്ചെടുത്താൻ രാഷ്ട്രീയക്കാരെ നശിപ്പിച്ചെന്ന് തന്നെ പറയാം. എല്ലാ രാഷ്ട്രീയക്കാരും അതിന് ബാധ്യസ്ഥരാണ്. എല്ലാ രാഷ്ട്രീയക്കാരും കൂടി നശിപ്പിച്ചെടുത്ത ഒരു സ്ഥാപനമാണ് KSRTC. അത് ഇനിയിപ്പോൾ പെട്ടെന്ന് രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നല്ല. ഗണേഷ് കുമാർ കുറേ ഡയലോഗും കാര്യങ്ങളൊക്കെ വിടുന്നുണ്ട്. എന്തെങ്കിലും നല്ലത് ചെയ്താൽ നല്ല കാര്യം. ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ള എല്ലാ ഡിപ്പോയിലും കോടിക്കണക്കിന് രൂപയുടെ സ്ഥാനമാണ് വെറുതെ കിടന്ന് നശിക്കുന്നത്. അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. എന്നിട്ട് വേണം പുതിയ ബസ് എടുക്കാൻ. അല്ലാതെ സ്വിഫ്റ്റ് മറ്റത് മാങ്ങാത്തിലി എന്നും പറഞ്ഞ് കുറേ കോടിക്കണക്കിന് രൂപ മുടക്കി പുതിയ പുതിയ വണ്ടികളെടുത്ത് ബാധ്യത വീണ്ടും വീണ്ടും വരുത്തി വയ്ക്കുകയല്ല ചെയ്യേണ്ടത്. പഴയ ബാധ്യത തീർക്കാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടോയെന്ന് ബുദ്ധി ഉണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത് ആദ്യം. അല്ലാതെ രാഷ്ട്രീയ ഗിമ്മിക്ക് കാണിക്കാൻ വേണ്ടി കുറേ ഇത് കാണിച്ച് അടുത്ത ഭരണം വരുമ്പോൾ ഇവരിറങ്ങിപ്പോയി. അപ്പോഴും ഈ ബാധ്യത എല്ലാം വരുന്നത് നമ്മളെപ്പോലെയുള്ള ജനങ്ങളുടെ തലയിലാണ്. ഈ മന്ത്രിമാർക്കോ മാറി വരുന്ന ഭരണത്തിനോ ആർക്കും ഇത് ഒരു പ്രശ്നമല്ല. ഇവരിപ്പോൾ പർച്ചേസ് ചെയ്യണത്തി അതിൻ്റെ കമ്മീഷൻ മേടിച്ച് ഇവർ പോവും. ഇത് തന്നെ ഇവിടെ നടക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ സ്പെയർ പാർട്സ് കെട്ടിക്കിടപ്പുണ്ട് പല ഡിപ്പോകളിലുമായിട്ടും. ഒരു ഉപകാരമില്ലാത്തത്. ഇതൊക്കെ സ്ക്രാപ്പിൽ കൊടുത്താൽ തന്നെ കുറേ പേരുടെ പെൻഷൻ കൊടുക്കാൻ പറ്റും. ആ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചാൽ നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ തന്നെയല്ലേ. ഈ ഗണേഷ് കുമാറും കുറേ നാൾ ഭരിച്ചതാണ്. ഗണേഷ് കുമാറിൻ്റെ അപ്പൻ ബാലകൃഷ്ണപിള്ള ഒരുപാട് നാൾ ഭരിച്ച ഒരു വകുപ്പാണത്. അപ്പോഴൊക്കെ ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് പോകെ അതമ്പതിച്ച് പോയാണെന്ന് മാത്രമേ ഉള്ളൂ. മുന്നോട്ടില്ല, മേൽഗതിയില്ല. KSRTCക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട്. കേരളത്തിൽ അങ്ങോളം സ്റ്റാൻഡുകളിൽ ഏക്കർ കണക്കിന് സ്ഥലങ്ങളും ബിൽഡിങ്ങുകളും ഇതുമൊക്കെ ഉണ്ട്. അതുപോലും പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ KSRTCക്ക് സാധിക്കുന്നില്ല. നമ്മുടെ KSRTC ഈ എറണാകുളം KSRTC സ്റ്റാൻഡിലേക്ക് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് കയറാൻ പറ്റില്ല. സെപ്റ്റിക് ടാങ്ക് മാലിന്യം അടക്കമാണ് അവിടെ നടക്കുന്നത്. മെട്രോ സിറ്റിയാണ്, ഒലക്കയുടെ മൂടാണെന്നൊക്കെ പറഞ്ഞ് ഇവർ പറയുന്നുണ്ട്. അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഈ മാറി വന്ന ഭരണാധികാരികൾക്ക് ഒരാൾക്കും സാധിച്ചിട്ടില്ല. അതിലും വലുതൊന്നും പറയാനില്ലല്ലോ. നമ്മളൊരു പാൻറ് ഷർട്ട് റൂട്ടിൻ്റെ എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഒരു KSRTC ബസ്സിൽ കയറാമെന്നും പറഞ്ഞാൽ സ്റ്റാൻഡിലേക്ക് ചെല്ലാൻ പറ്റില്ല. നമുക്ക് ചെന്നാൽ നമ്മൾ സെപ്റ്റിക് ടാങ്കിൽ വീണതിന് തുല്യമാണ്. അതിനകത്ത് ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല. ഓഫീസിലുള്ള ആൾക്കാർ തന്നെ മേശയുടെ മുകളിൽ കയറിയിരിക്കുന്നത് നമ്മൾ പല പത്രങ്ങളിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു അവസ്ഥക്ക് ഒരു മാറ്റം വരുത്താൻ ഇവർക്ക് ആർക്കും സാധിക്കണില്ലെങ്കിൽ പിന്നെ ഇവർ എന്തോലൊക്കെ ഉണ്ടാക്കാൻ ഒന്നും ഉണ്ടാക്കാൻ പോകില്ല, ഒന്നും നടക്കില്ല എന്നുള്ളതാണ് എൻ്റെ തോന്നൽ.